Blessing today. ബ്ലെസ്സിങ് ടുഡേയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ ഈ എപ്പിസോഡ് നമുക്ക് വേണ്ടി സമർപ്പിച്ചിരിക്കുന്നത് 2 പേരുണ്ട്. ആദ്യമേ തന്നെ പാലക്കാട് നിന്ന് സുഭമ എം ആൻഡ് ഫാമിലി നമ്മൾ ഒരുമിച്ച് ചേർന്ന് ഇപ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായി പോവുകയാണ്. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവരെ പ്രാർത്ഥിച്ചതുപോലെ അവർക്കൊരു ജോലി കിട്ടിയല്ലോ കർത്താവെ. അതിൻ്റെ നന്ദി സൂചകമായി ഈ എപ്പിസോഡിന് വേണ്ടി പ്രവർത്തിച്ചിരിക്കുമ്പോൾ കർത്താവെ, നീ അവരെ വീണ്ടും അധികമായി അനുഗ്രഹിക്കണമേ. സഹോദരൻ മിഥുനു വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ, കുറച്ചുകൂടെ നല്ലതും അപ്പോൾ തന്നെ സ്ഥിരമായതുമായ ഒരു ജോലി നൽകി അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രവർത്തിച്ചതിനായി നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. മറ്റൊരു വ്യക്തി കൂടിയുണ്ട്, കണ്ണൂരിൽ നിന്ന് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത വ്യക്തിയാണ്. അവരുടെ ഭർത്താവ് തിരികെ വരുവാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ഭർത്താവ് തിരികെ വരുവാൻ അങ്ങ് കൃപ ചെയ്യണമേ. അതുപോലെ തന്നെ അവരുടെ മകൾക്ക് വേണ്ടി, മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരു നല്ല ജോലി ലഭിക്കുവാൻ കർത്താവ് കൃപ ചെയ്യണമേ. കർത്താവെ, നീ അങ്ങനെ ചെയ്ത് കഴിഞ്ഞതിനായി നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ ഈ എപ്പിസോഡിൻ്റെ പിറകിൽ പ്രവർത്തിച്ചതിന് ഈ 2 സാമ്പത്തിക സഹായികളോടുമുള്ള പ്രത്യേകമായ നന്ദി ഞാൻ അറിയിക്കുകയാണ്. കർത്താവിൻ്റെ അനുഗ്രഹങ്ങളെല്ലാം ധാരാളമായി നിങ്ങൾ അനുഭവിക്കട്ടെ, അത് ആസ്വദിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ എപ്പിസോഡിൻ്റെ ഏറ്റവും ഒടുവിലായി നടക്കുന്ന പ്രാർത്ഥനാ സമയത്ത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നതാണ്. അതുകൊണ്ട് എല്ലാ വിദ്യാർത്ഥികളും ആ സമയത്ത് വരണം, പ്രാർത്ഥനയിൽ പങ്കുള്ളവരാണ്. ഇനി അടുത്ത ചില നിമിഷങ്ങൾ നമ്മൾ ദൈവവചനത്തിലേക്ക് പോവുകയാണ്. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ നോർത്ത് പറവൂർ മാർച്ച് 3 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. വ്യാപാര ഭവൻ, ചേന്നമംഗലം ജംഗ്ഷൻ, നോർത്ത് പറവൂർ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ പുനലൂർ മാർച്ച് 4 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. എബനേസർ ഓഡിറ്റോറിയം, പൈനാപ്പിൾ ജംഗ്ഷൻ, പുനലൂർ. യേശുവിന്റെ കാൽപാദം പതിഞ്ഞ മണ്ണിലൂടെ നടക്കുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? യേശു അത്ഭുതങ്ങൾ പ്രവർത്തിച്ച സ്ഥലങ്ങൾ കാണുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? എങ്കിൽ നിങ്ങൾക്കായിതാ ബ്ലെസ്സിംഗ് ടുഡേ ഒരുക്കുന്നു ഒരു സുവർണാവസരം. ബ്ലെസ്സിംഗ് ടുഡേ ഹോളി ലാൻഡ് ടൂർ 2017. ഈജിപ്ത്, ഇസ്രായേൽ, പാലസ്തീൻ, ജോർദാൻ എന്നീ 4 രാജ്യങ്ങളിൽ ബ്രദർ ഡാമിയനോടും സിസ്റ്റർ ക്ഷമ ഡാമിയനോടുമൊപ്പം ഒരു ബൈബിൾ പഠനയാത്ര. എല്ലാ സുപ്രധാന സ്ഥലങ്ങളിൽ വച്ചും ബൈബിൾ ക്ലാസുകളും സംഗീതാരാധനയും. ബ്രദർ ഡാമിയനോടും കുടുംബത്തോടുമൊപ്പം വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്കുള്ള അവസരം. 2017 മെയ് 8 മുതൽ 17 വരെ. നിങ്ങളുടെ സീറ്റുകൾ ബുക്ക് ചെയ്യാൻ ഇപ്പോൾ തന്നെ വിളിക്കൂ 0484 422 101. When Jesus came, he came as an embodiment of love. യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ അവൻ സ്നേഹം രൂപമെടുത്താണ് ഈ ഭൂമിയിലേക്ക് വന്നത്. In other words, when he looked, when he smiled, when he spoke, when he healed, when he did anything in his earthly ministry, he was transmitting love. യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്നപ്പോൾ അവൻ്റെ നോട്ടത്തിൽ, അവൻ്റെ സംസാരത്തിൽ, അവൻ്റെ പ്രവൃത്തിയിൽ, അവൻ ചെയ്തിരുന്ന എല്ലാ കാര്യങ്ങളിലൂടെയും ദൈവത്തിൻ്റെ സ്നേഹം വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് യേശു കർത്താവ് ചെയ്തത്. So when he started the ministry, യേശു കർത്താവ് ശുശ്രൂഷ ആരംഭിച്ചപ്പോൾ he went through the seashore. അവൻ കടൽ തീരത്തുകൂടെ നടക്കുകയായിരുന്നു. He called some people from there. അവിടെ കണ്ട ചില വ്യക്തികളെ അവൻ വിളിച്ചു. And he said, follow me. അവരോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുക. Just 2 words in English, only 2 words, just follow me. ഇംഗ്ലീഷിൽ 2 പദങ്ങൾ മാത്രമാണ്, എന്നെ അനുഗമിക്കുക. And they started following him. അവർ ആ സമയം മുതൽ യേശുവിനെ പിന്തുടരുവാൻ ആരംഭിച്ചു. How many days? എത്ര ദിവസങ്ങളായിരുന്നു?
How many weeks? എത്ര ആഴ്ചകളായിരുന്നു? Can you tell me? നിങ്ങൾക്കത് പറയാൻ സാധിക്കുമോ? How many months? എത്ര മാസങ്ങളായിരുന്നു? How many years? എത്ര വർഷമായിരുന്നു? They started following him the whole of their life. അവരുടെ ജീവിതത്തിന്റെ ബാക്കിയുണ്ടായിരുന്ന മുഴുവൻ ആയുസ്സും അവർ യേശുവിനെ പിൻപറ്റി നടക്കുവാൻ തുടങ്ങി. You are here in this auditorium because Jesus called you. യേശു കർത്താവ് നിങ്ങളെ വിളിച്ചത് കൊണ്ട് മാത്രമാണ് ഇന്ന് ഈ ഹോളിനകത്ത് നിങ്ങൾ ഇതുപോലെ ആയിരിക്കുന്നത്. You are not an unwanted person in this place. Jesus called you and handpicked you. നിങ്ങൾ ആവശ്യമില്ലാത്ത ഒരു വ്യക്തിയല്ല. നിങ്ങളെ കർത്താവ് വ്യക്തിപരമായി അവൻ്റെ കൈകൾ കൊണ്ട് തിരഞ്ഞ് ഇവിടെ കൊണ്ടുവന്നാക്കിയതാണ്. മലയാളത്തിൽ പറയാം, നിങ്ങൾ വലിഞ്ഞു കയറി വന്നതല്ല. ദൈവം നിങ്ങളെ വ്യക്തിപരമായി വിളിച്ചിട്ടാണ് നിങ്ങൾ ഇതിനകത്ത് വന്നത്. All of you are specially invited by Jesus to follow him, not just one day or 1 year, but the whole of your life. ഇവിടെ ഇരിക്കുന്ന എല്ലാ വ്യക്തികളും ഈ ഒരു ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിൽ മാത്രം ഒരു ദിവസത്തേക്ക് മാത്രം വന്ന് യേശുവിനെ കണ്ടുപോകുവാനല്ല, മറിച്ച് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആയുസ്സിൻ്റെ എല്ലാ നാളും അവൻ്റെ പുറകെ നിങ്ങൾ നടക്കണം എന്ന് വ്യക്തമായി പദ്ധതിയുള്ളത് കൊണ്ടാണ് യേശു കർത്താവ് നിങ്ങളെ വിളിച്ചത്. How many of you are willing to follow Jesus the rest of your life? എത്ര പേർ നിങ്ങളുടെ ജീവിതകാലം, ഇനിയുള്ള ആയുഷ്കാലം യേശുവിൻ്റെ പുറകെ അനുഗമിക്കാൻ താല്പര്യപ്പെട്ട് ഇവിടെ വന്നിട്ടുണ്ട്? Move your hands like this. കൈകൾ ഇങ്ങനെ ഒന്ന് വീശി കാണിക്കാമോ? Let me tell you, you will be blessed all of your life. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആയുഷ്കാലം മുഴുവൻ നിങ്ങൾ ഏറ്റവും അധികം അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. I am saying this not based on any bookish knowledge, but it is based on my own experience. ഏതെങ്കിലും ഒരു ബുക്കിൽ നിന്ന് പഠിച്ചെടുത്ത ഒരു കാര്യമല്ല നിങ്ങളുമായി പങ്കുവെക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ കണ്ട അനുഭവമാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. Back in 1984, when I started following Jesus, I was a shapeless man, a shapeless life. ഞാൻ 1984 യേശുവിനെ കണ്ടുമുട്ടി വന്നപ്പോൾ എൻ്റെ ജീവിതത്തിന് യാതൊരു രൂപവും ഭാവവും ഇല്ലാത്തൊരവസ്ഥയിലായിരുന്നു. But Jesus started to build my life. യേശു കർത്താവ് എൻ്റെ ജീവിതത്തെ അന്ന് മുതൽ പണിയുവാൻ ആരംഭിച്ചു. I was a very weak personality. ഞാൻ വളരെയധികം ദുർബലനായ ഒരു വ്യക്തിത്വമുള്ളവനായിരുന്നു. Jesus started adding strength into my life. He became my daily strength. യേശു കർത്താവ് എന്നോട് കൂടെ അവൻ്റെ ശക്തിയെ പകർന്ന് എൻ്റെ ദൈനംദിന ജീവിതത്തിൽ എനിക്ക് ശക്തിയായിട്ട് യേശു കർത്താവ് മാറി. When I started to live a Christ-centered life, I started prospering in all dimensions of my life. ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു ജീവിതം ഞാൻ ആരംഭിച്ച നിമിഷം മുതൽ എൻ്റെ ജീവിതത്തെക്കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ഒരു മാറ്റം ഉണ്ടാകുവാനായിട്ടിടയായി. The Bible says those who look at him were radiant. ബൈബിൾ ഇപ്രകാരം പറയുന്നു, അവൻ്റെ മുഖത്തേക്ക് നോക്കിയവർ പ്രകാശിതരായി. Say it again. അവൻ്റെ മുഖത്തേക്ക് നോക്കിയവർ പ്രകാശിതരായി. വീണ്ടും പറ, അവൻ്റെ മുഖത്തേക്ക് നോക്കിയവർ പ്രകാശിതരായി. Meaning when you look at God, all the darkness in your life will flee away and your face will be bright and your life will be radiant. അതിന്റെ അർത്ഥം ഇപ്രകാരമാണ്, നിങ്ങൾ യേശുവിന്റെ തേജസ്സുള്ള മുഖത്തേക്ക് നോക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിന്റെ ഇരുണ്ട അന്ധകാരം നിറഞ്ഞ കാര്യങ്ങളെല്ലാം മാറി നിങ്ങളുടെ മുഖവും ജീവിതവും പ്രകാശമാനമായി തീരുവാനിടയാകും. Hallelujah. Hallelujah. How many of you want to look to this radiant God? ഇത്ര പ്രകാശത്താൽ നിറഞ്ഞ ഈ ദൈവത്തിലേക്ക് നോക്കാൻ താല്പര്യമുള്ള എത്ര പേർ ഇവിടെയുണ്ട്? The Bible says God is a son and he is our righteousness, the son of righteousness. ബൈബിൾ ഇപ്രകാരമാണ് പറയുന്നത്, ദൈവം എന്ന് പറയുന്നത് നീതിயின் സൂര്യനാണ്. Hallelujah. Hallelujah. The son of righteousness. അവൻ നീതി സൂര്യനാണ്. ബ്ലെസ്സിംഗ് ടുഡേ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമായി തീർന്നിട്ടുണ്ട് എന്ന് ഞങ്ങൾക്ക് നല്ല നിശ്ചയമുണ്ട്. ഒരുപക്ഷെ ഒരു രോഗസൗഖ്യമായിട്ടോ വിടുതലായിട്ടോ അനുഗ്രഹമായിട്ടോ സമാധാനമായിട്ടോ പ്രത്യാശയായിട്ടൊക്കെ ആയിരിക്കാം ബ്ലെസ്സിംഗ് ടുഡേ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം കൊണ്ടുവന്നിട്ടുള്ളത്.
നിങ്ങളുടെ ജീവിതത്തിൽ നിശ്ചയമായും അങ്ങനെ ഒരു മാറ്റം നടന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതിനകത്തുള്ള സന്ദേശങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ബ്ലെസ്സിങ് ടുഡേക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ഒരവസരം ഞങ്ങൾ നിങ്ങൾക്ക് നൽകുകയാണ്. എങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഒരുപക്ഷെ സംശയങ്ങൾ കാണും. ഏത് രീതിയിലാണ് പ്രവർത്തിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് വളരെ വാസ്റ്റായിട്ടുള്ള ചില ഐഡിയകൾ, ചില കാര്യങ്ങളൊക്കെ ഞങ്ങൾ അതിനുവേണ്ടി ക്രമീകരിച്ചിട്ടുണ്ട്. ബ്ലെസ്സിങ് ടുഡേക്ക് വേണ്ടി പ്രവർത്തിക്കാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ, അതിനുവേണ്ടി ചില കാര്യങ്ങൾ മറ്റുള്ളവർക്ക് നടുവിൽ ചെയ്യുവാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ചെയ്യേണ്ട ഒരൊറ്റ കാര്യം, ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് 0484422133 എന്ന് പറയുന്ന നമ്പറിലേക്ക് ഒരു മിസ്ഡ് കോൾ അയയ്ക്കുക. ഞങ്ങളുടെ ശുശ്രൂഷകർ നിങ്ങളെ തിരിച്ചു വിളിക്കും. ഏത് മേഖലയിലാണ് നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്നത് എന്നുള്ളത് ദയവായി അവരെ അറിയിക്കുക. ആ മേഖലയിൽ നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കാൻ സാധിക്കും. ഒരുപക്ഷെ നിങ്ങളെ ഞങ്ങൾ നേരിട്ട് കാണുന്നില്ലെങ്കിൽ കൂടെയും ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട്, ദൈവരാജ്യത്തിന് വേണ്ടി, യേശുവിന് വേണ്ടി ഒരുമിച്ച് നിന്ന് നാം പ്രവർത്തിക്കുമ്പോൾ പുഴുവും തുരുമ്പും കെടുത്തിക്കളയാത്ത, അല്ലെങ്കിൽ ഒരിക്കലും നശിപ്പിച്ച് കളയാത്ത സ്വർഗരാജ്യത്തിൽ ഒരു വലിയ നിക്ഷേപവും പ്രതിഫലവും കർത്താവ് നിങ്ങൾക്ക് നൽകും. When we look at him, his light will hit us and all the darkness will depart from us. നമ്മൾ നീതിമാനായ ഈ ദൈവത്തിലേക്ക് നോക്കുമ്പോൾ എൻ്റെ ജീവിതത്തിലെ എല്ലാ അന്ധകാരങ്ങളും മാറി എൻ്റെ ജീവിതത്തിൽ പ്രകാശം കൊണ്ട് നിറയുവാൻ ആരംഭിക്കും. What is this darkness? എന്താണ് ഈ അന്ധകാരങ്ങൾ? Darkness is ignorance in our lives. നമ്മുടെ ജീവിതത്തിലുള്ള അജ്ഞതകൾ, അറിവില്ലായ്മയാണ് അന്ധകാരങ്ങളായിട്ടുള്ളത്. Darkness is the sinful nature in our lives. അന്ധകാരം എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിലെ പാപപ്രവൃത്തികളാണ്. Darkness is lack of direction in our lives. എൻ്റെ ജീവിതത്തിൽ വ്യക്തമായ ഗതിയില്ലാത്തതാണ് അന്ധകാരം എന്ന് പറയുന്നത്. Darkness is bondages, afflictions, so many troubles and sufferings that we go through. അന്ധകാരം എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിലുള്ള ബന്ധനങ്ങളും പൈശാചിക പ്രവർത്തനങ്ങളും അതുപോലെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയാത്ത എല്ലാ പ്രശ്നങ്ങളുമാണ് അന്ധകാരം എന്ന് പറയുന്നത്. Hallelujah. Hallelujah. Suppose you are getting into a dark room. നിങ്ങളൊരു ഇരുട്ട് നിറഞ്ഞ മുറിയിലേക്ക് ചെന്നുവെന്ന് ചിന്തിക്കുക. What will be the first thing you will be searching for? നിങ്ങൾ ആ മുറിക്കകത്ത് പ്രവേശിച്ചതിന് ശേഷം ആദ്യം ചെയ്യുന്നത് എന്തായിരിക്കും? Where is the switch? എവിടെയാണ് അവിടെ സ്വിച്ച് ഉള്ളതെന്ന് നിങ്ങൾ നോക്കൂ. Where is the switch? എവിടെയാണ് സ്വിച്ച് എന്ന് നിങ്ങൾ നോക്കൂ. The first thing that you will do will be pressing the switch of the electrical bulb. നിങ്ങൾ ആ മുറിക്കകത്തേക്ക് പ്രവേശിച്ച് നിങ്ങൾ ആദ്യം ചെയ്യാൻ പോകുന്ന കാര്യം അവിടെയുള്ള ബൾബിന്റെ, പ്രകാശം പരത്തുന്ന ബൾബിന്റെ സ്വിച്ച് നിങ്ങൾ ഓൺ ചെയ്യുവാനിടയാകും. Moment you press the switch, the light comes and all the darkness will go out of the room. നിങ്ങൾ ആ സ്വിച്ച് നിങ്ങൾ അമർത്തുന്ന നിമിഷം തന്നെ പ്രകാശം കടന്നു വരും. ഇരുട്ട് ആ മുറിയെ വിട്ട് പുറത്തു പോകുവാനിടയാകും. Hallelujah. Hallelujah. Today the Blessing Festival team has come to your life to press the switch, and that switch will bring the light of Jesus into your life. ഇന്ന് ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിന്റെ ഒരു ടീം ഇവിടെ വന്നിട്ടുള്ളത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് അന്ധകാരം നിറഞ്ഞ മുറിക്കകത്തെ ആ സ്വിച്ച് ഓൺ ചെയ്ത് അതിനുള്ളിലേക്ക് പ്രകാശം പരക്കുവാൻ വേണ്ടിയിട്ടാണ് അവർ ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത്. On chapter 8 verse number 12, Jesus is the light of the world. യോഹന്നാന്റെ സുവിശേഷം 8:12 ഇപ്രകാരം പറയുന്നു, യേശു ലോകത്തിന്റെ വെളിച്ചമാകുന്നു. Hallelujah. Hallelujah. So when the switch is on, the light will hit your life. നിങ്ങൾ സ്വിച്ച് ഓൺ ചെയ്യുന്ന നിമിഷം തന്നെ ആ ഒരു പ്രകാശം നിങ്ങളുടെ ജീവിതത്തിൽ നിറയുവാനിടയാകും. All the darkness will flee away. എല്ലാ അന്ധകാരങ്ങളും നിങ്ങളെ വിട്ട് ഓടി അകലും. Hallelujah. Hallelujah. We have come with a good news. സദ്വർത്തമാനം കൊണ്ടാണ് ഞങ്ങൾ ഇവിടെ വന്നിട്ടുള്ളത്. What is the good news? എന്താണ് ആ സദ്വർത്തമാനം? Jesus wants to change your life. നിന്റെ ജീവിതത്തെ മാറ്റുവാൻ യേശു കർത്താവ് വന്നിട്ടുണ്ടെന്നുള്ള വാർത്തയാണത്. Maybe you are not able to see Jesus with these two eyes. ഒരു പക്ഷേ നിങ്ങളുടെ ഈ രണ്ട് കണ്ണുകൾ കൊണ്ട് നിങ്ങൾക്ക് യേശുവിനെ കാണുവാൻ കഴിഞ്ഞില്ലെന്നിരിക്കാം. But his spiritual presence is everywhere. എന്നാൽ ആത്മീകമായിട്ടുള്ള യേശുവിന്റെ സാന്നിധ്യം ഈ ഹോളിനകത്ത് മുഴുവൻ നിറഞ്ഞിരിക്കുകയാണ്. And when the switch is on, നിങ്ങൾ ആ ഒരു സ്വിച്ച് അമർത്തുന്ന നിമിഷം the light will hit. ആ പ്രകാശം പരക്കുവാനിടയാകും. If there is no peace in your heart, ഹൃദയത്തിനകത്ത് സമാധാനമില്ലെങ്കിൽ, within a fraction of a second your heart will be filled with the peace of Jesus. നൊടി നേരത്തിനുള്ളിൽ ദൈവത്തിന്റെ പ്രകാശം നിങ്ങളുടെ ഹൃദയത്തിൽ പരക്കുകയും നിങ്ങളുടെ ഹൃദയത്തിനകത്ത് സമാധാനം കൊണ്ട് നിറയുകയും ചെയ്യും. If there is no joy in your heart, നിങ്ങളുടെ ഹൃദയത്തിനകത്ത് സന്തോഷമില്ലെങ്കിൽ, Jesus is the joy giver. യേശുവാണ് സന്തോഷം പ്രദാനം ചെയ്യുന്നവൻ. Maybe you are
living in a very stinking situation. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അധികം ദുർഗന്ധം നിറഞ്ഞ ഒരു സാഹചര്യത്തിലായിരിക്കാം നിങ്ങൾ കിടക്കുന്നത്. But Jesus wants to give you joy in the heart. എന്നാൽ യേശു കർത്താവ് നിങ്ങളുടെ ഹൃദയത്തിനകത്തേക്ക് ആ സന്തോഷത്തെ പകരുവാനായിട്ട് അവൻ ആഗ്രഹിക്കുന്നു. Our heart is the manger where Jesus can be laid today. യേശു കർത്താവിന് കിടക്കുവാനുള്ള പുൽത്തകിടി എന്ന് പറയുന്നത് നിങ്ങളുടെ ഹൃദയം തന്നെയാണ്. This is the Bethlehem. ഇതാണ് നിങ്ങളുടെ ബെത്ലഹേം എന്ന് പറയുന്നത്. Hallelujah. Hallelujah. Jesus is born here. യേശു കർത്താവ് ഇവിടെ ജനിക്കുമ്പോൾ all the sadness will leave you. എല്ലാ ദുഃഖങ്ങളും നിങ്ങളെ വിട്ടകലും. All the depression will leave you. എല്ലാ മാനസിക അസ്വസ്ഥതകളും മാറും. When the switch is on, നിങ്ങൾ ആ സ്വിച്ച് അമർത്തുമ്പോൾ Jesus comes. യേശു വരും. Darkness will leave. അന്ധകാരം നിങ്ങളെ വിട്ടു മാറും. Peace will come. സമാധാനം കടന്നു വരും. Prosperity will come. അഭിവൃദ്ധി കടന്നു വരും. Joy will come. സന്തോഷം കടന്നു വരും. Freedom will come. സ്വാതന്ത്ര്യം കടന്നു വരും. Hallelujah. Hallelujah. Whatever you lack in your life, when Jesus comes, he will fill it. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം കുറവുകൾ ഉണ്ടെങ്കിലും യേശു കർത്താവ് വരുമ്പോൾ അവൻ അതെല്ലാം പരിഹരിച്ചു തരുവാനിടയാകും. Lift your hands, move your hands and shout Jesus. കൈകൾ ഉയർത്തി ആ കൈകൾ വീശിക്കൊണ്ട് ഉറക്കെ വിളിച്ചാലും യേശു, ഉറക്കെ വിളിച്ചാലും യേശുവേ, ശബ്ദമുയർത്തി ഉറക്കെ യേശുവേ. When you call upon the name of Jesus, you receive life. നിങ്ങൾ യേശു എന്ന നാമത്തെ ഉറക്കെ വിളിക്കുമ്പോൾ നിങ്ങൾ ജീവനെയാണ് അകത്തേക്ക് സ്വീകരിക്കുന്നത്. John chapter 10 verse number 10 says the devil comes to steal, kill and destroy. യോഹന്നാൻ 10:10 ഇപ്രകാരമാണ് പറയുന്നത്, പിശാച് വരുന്നത് അറുക്കുവാനും മുടിക്കുവാനും വേണ്ടിയിട്ടാണ്. But Jesus comes to give you life and give it abundantly. യേശു കർത്താവ് വരുന്നത് നിങ്ങൾക്ക് ജീവൻ തരാനും സമൃദ്ധിയായ ജീവൻ തരാനും വേണ്ടിയിട്ടാണ്. Jesus is a single key with which you can unlock any lock. നിങ്ങളുടെ ജീവിതത്തിൽ മുൻപിലുള്ള എല്ലാ ലോക്കുകളും തുറക്കുവാൻ കഴിയുന്ന ഒറ്റ താക്കോലാണ് യേശു. Shout Jesus. എല്ലാവരും ഉറക്കെ വിളിച്ചാലും യേശു. Shout Jesus. ഉറക്കെ വിളിച്ചാലും യേശു. കഴിഞ്ഞ ഏകദേശം 2 മാസങ്ങൾക്ക് മുൻപാണ് നീ ബ്രദറിൻ്റെ വായിൽ ബ്ലഡ് കട്ട പിടിച്ചിരിക്കുന്നത് പോലെ കണ്ടായിരുന്നു. അദ്ദേഹം അത് വിരലുപയോഗിച്ച് അതൊന്ന് പൊട്ടിച്ചപ്പോൾ ആ ബ്ലഡ് പുറത്തോട്ട് വന്നു. പക്ഷേ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും ആ ബ്ലഡ് നിലയ്ക്കാതെ തന്നെ തൻ്റെ വായിൽ മുഴുവനുമായി ബ്ലഡ് പുറത്തോട്ട് വരുവാനിടയായിത്തീരുന്നു. സഹോദരൻ പറഞ്ഞ ഇങ്ങനെയാണ്, പല്ല് കാണാൻ പറ്റാത്ത രീതിയിൽ വാ മുഴുവനും ബ്ലഡായി. അതിനുശേഷം താൻ 3-4 പ്രാവശ്യം ബ്ലഡ് ഛർദ്ദിക്കാൻ തുടങ്ങി. വേഗത്തിൽ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചു. ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ തന്നെ ഡോക്ടർമാർ വേഗത്തിൽ തന്നെ തൻ്റെ ശരീരത്തിൽ നിന്ന് ഇതുപോലെ ഛർദ്ദിച്ച് ബ്ലഡ് പോയിക്കൊണ്ടിരിക്കുകയാണ് വായിലൂടെ. ആ സമയം തന്നെ ഡോക്ടർമാർ വേഗം തന്നെ ബ്ലഡ് തൻ്റെ ശരീരത്തിൽ കയറ്റുവാൻ തുടങ്ങി. 38 കുപ്പിയോളം ബ്ലഡ് തൻ്റെ ശരീരത്തിൽ കയറ്റി. അതിനുശേഷം ഡോക്ടർമാർ 38 കുപ്പി ബ്ലഡ്. അതെ. എന്തായിരുന്നു അതിന്റെ കാരണം പറഞ്ഞത്? എൻ്റെ ശരീരത്തിൽ നിന്ന് ബ്ലഡ് പുറത്തു പോയതുകൊണ്ട് ഡോക്ടർ പറഞ്ഞത് ഇങ്ങനെ, ഇപ്പോൾ കൗണ്ട് അവർ ചെക്ക് ചെയ്തപ്പോൾ 3000 കൗണ്ട് മാത്രമേ ഉള്ളൂ, വളരെ കുറച്ചുള്ളൂ. അതിനുശേഷം 38 കുപ്പി ബ്ലഡ് കയറ്റി. അതിനുശേഷം തൻ്റെ നട്ടെല്ലിൻ്റെ ഉള്ളിൽ നിന്ന്, മജ്ജയുടെ ഉള്ളിൽ നിന്ന് ഒരു വസ്തു എടുത്തയച്ചു. പക്ഷേ ഡോക്ടർമാർ പറഞ്ഞത് ഇങ്ങനെ, ആ റിസൾട്ട് വന്നപ്പോൾ പറഞ്ഞു അത് ഏകദേശം ഇതൊരു 100 പേരിൽ ഒരാൾക്ക് കാണാവുന്ന ഒരു അപൂർവ രോഗമാണ്. ഇതങ്ങനെ എല്ലാവർക്കും വരുന്ന രോഗമല്ല, ഇതൊരു അപൂർവ രോഗമാണ്. ക്യാൻസറിൻ്റെ തന്നെ മറ്റൊരു രീതിയിലാണ് ഇത് നിൽക്കുന്നത്. തൻ്റെ ശരീരത്തിലെ ബ്ലഡിൻ്റെ കൗണ്ട് കുറഞ്ഞ് തൻ്റെ മരണം സംഭവിക്കുമെന്ന് തന്നെ ഡോക്ടർമാർ നിർബന്ധമായി പറഞ്ഞു. ഡോക്ടർമാർ വേഗം തന്നെ മറ്റൊരു പ്രശസ്ത ഹോസ്പിറ്റലിലോട്ട് തന്നെ അയച്ചു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർമാർ പറഞ്ഞത് ഇങ്ങനെയാണ്, 4 ഇഞ്ചക്ഷൻ എടുക്കണം, ഇതിനു വേണ്ടി 4 ഇഞ്ചക്ഷൻ എടുക്കണം. ഒരു ഇഞ്ചക്ഷന് 25,000 രൂപയാണ്. അപ്പോൾ 4 ഇഞ്ചക്ഷന് കൂടി 1,00,000 രൂപയുടെ അടുത്ത് വരുന്നത് കൊണ്ട് താൻ പറഞ്ഞു തൻ്റെ കയ്യിൽ അത്രയും പൈസയില്ല, താൻ കൂലിപ്പണിക്കാരനാണ്, അതുകൊണ്ട് തൻ്റെ കയ്യിൽ പൈസയില്ല എന്ന് പറഞ്ഞു. പക്ഷേ ആ ഹോസ്പിറ്റലിൽ തന്നെ അഡ്മിറ്റ് ചെയ്തിരിക്കുക, ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടി അഡ്മിറ്റ് ചെയ്തിരിക്കുക. സഹോദരൻ പറയാൻ താൻ ബ്ലെസ്സിംഗ് ടുഡേ ടി പ്രോഗ്രാം സ്ഥിരമായി കാണും. അതിലൂടെ നമ്മുടെ പ്രെയർ കോഡ് സെൻ്ററിലെ നമ്പറുകളൊക്കെ താൻ കാണാറുണ്ട്. താൻ ഇതുവരെയും കുറിച്ചെടുത്തിട്ടില്ല. പക്ഷേ ഈ സഹോദരൻ പറയാം, ഹോസ്പിറ്റൽ കിടക്കയിൽ കിടന്നുകൊണ്ട് തന്നെ തൻ്റെ മൊബൈൽ നമ്പർ പോലും തനിക്ക് കാണാതെ അറിയില്ല.
പക്ഷേ താൻ ഹോസ്പിറ്റൽ കിടക്കയിൽ കിടന്ന് തന്നെ തൻ്റെ ഓർമ്മയിൽ താൻ ചിന്തിക്കുവാൻ തുടങ്ങി, ഏതാണ് കോൾ സെൻറ്ററിലെ നമ്പർ എന്ന് ചിന്തിക്കുവാൻ തുടങ്ങി. അങ്ങനെ അപ്പുറത്ത് കിടന്ന ഒരാളുടെ പേന വാങ്ങിച്ച് തൻ്റെ കൈവെള്ളയിൽ താൻ ആ നമ്പർ ഓർത്തെടുത്ത് എഴുതുവാൻ തുടങ്ങി. എഴുതിയതിന് ശേഷം താൻ ആ നമ്പർ പൂർത്തീകരിച്ച് കഴിഞ്ഞപ്പോൾ താൻ ഫോൺ വിളിച്ചു, അവിടെ നിന്ന് ഫോൺ വിളിച്ചു. കാരണം തനിക്ക് 25,000 കൊടുത്ത് ഇഞ്ചക്ഷൻ എടുക്കാൻ പൈസയില്ല. അത് തന്നെയാണ് ഇഞ്ചക്ഷൻ 1,00,000 രൂപ. അതെ, അതുകൊണ്ട് ആ ഒരു കാരണം കൊണ്ട് തന്നെയാണ് താൻ ഫോൺ വിളിച്ചത്. അവിടെ വിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ബ്ലഡിൻ്റെ കൗണ്ട് കുറയുകയാണെന്ന് പറഞ്ഞപ്പോൾ അവിടെ പ്രാർത്ഥനയ്ക്ക് ശേഷം പ്രാർത്ഥിച്ച വ്യക്തി പറഞ്ഞു, ബ്ലഡിൻ്റെ കൗണ്ട് കുറയുന്നൊന്നുമില്ല, അത് കൂടും എന്ന് തന്നെ വിശ്വാസത്തിൽ പറഞ്ഞു. വിശ്വസിക്കുകയാണെങ്കിൽ അത്ഭുതം കാണുമെന്ന് പറഞ്ഞു. ഈ സഹോദരൻ പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. സഹോദരൻ പറയുക, അതിനുശേഷം പിറ്റേ ദിവസം ആ ബ്ലഡ് കൗണ്ട് ടെസ്റ്റ് ചെയ്തപ്പോൾ അത് വർദ്ധിച്ചു, 3000-ൽ നിന്ന് വർദ്ധിച്ചു. അതായത് അത്രയും ദിവസം 3000 തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ ആ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് പിറ്റേ ദിവസം ശകലം കൂടെ കൂടി. ഓക്കെ, അടുത്തത്. അതിനുശേഷം താൻ വീണ്ടും കോൾ സെന്ററിലോട്ട് വിളിച്ചിട്ട് പറഞ്ഞു, അല്പം കൂടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ നിന്ന് പ്രാർത്ഥിച്ച വ്യക്തി പറഞ്ഞു, ഇനി അത് തന്നെ കൂടുമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. 3 ലക്ഷമായി. 3 ദിവസം കഴിഞ്ഞപ്പം 3 ലക്ഷമായി. 3000-ൽ നിന്ന് 3 ദിവസത്തിനുള്ളിൽ 3 ലക്ഷമായിട്ട് ആ കൗണ്ട് കൂടി. അതെ, ഡോക്ടർമാർക്ക് ആ റിസൾട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ ഡോക്ടർമാർക്ക് അത്ഭുതം തോന്നിയിട്ട് ചോദിച്ചു, ഇത് എങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചപ്പോൾ ചോദിച്ചപ്പോൾ ചോദിച്ചിട്ട് എങ്ങനെ സംഭവിച്ചെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഒരാളെ ഞാൻ ഏൽപ്പിച്ചേക്കുവാന്ന് പറഞ്ഞു. അവരത് ഒരാളെ ഞാനിത് ഏൽപ്പിച്ചേക്കുവാന്ന് പറഞ്ഞു. പറഞ്ഞ് ഞാൻ ഒരാളെ ഏൽപ്പിച്ചേക്കാണ്, അദ്ദേഹം ആ ഇഞ്ചക്ഷൻ എടുത്ത് കഴിഞ്ഞു, ഇനി എനിക്കൊരു കുഴപ്പമില്ല എന്ന് ഡോക്ടർമാരോട് പറഞ്ഞു. ഡോക്ടർമാർ ഇന്ന് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാ, തൻ്റെ ശരീരത്തിൽ യാതൊരു വിധത്തിലുള്ള കുഴപ്പങ്ങളും ഇല്ല, താൻ പൂർണ്ണമായും ആ ഒരു രോഗത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ചുവെന്ന് ഡോക്ടർമാർ തന്നെ പറഞ്ഞിരിക്കുക. 1,00,000 രൂപയുടെ ട്രീറ്റ്മെൻറ്റ് പറഞ്ഞു. ഇപ്പോൾ ഡോക്ടർമാർ അതിൻ്റെ ട്രീറ്റ്മെൻ്റ് ഒക്കെ സജസ്റ്റ് ചെയ്തിരുന്നതാണ്. പക്ഷേ അതിനു മുൻപേ കർത്താവ് കൈവച്ച് കഴിഞ്ഞപ്പോൾ ആ രോഗം സൗഖ്യമായി. ഒരിക്കൽ കൂടെ ശക്തിയോടെ കൈകൾ അടിച്ച് കർത്താവ് ചെയ്യുന്ന ചില അത്ഭുത സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ വിശ്വസിക്കാൻ കഴിയില്ല. അതുപോലെ അത്രയും വലിയ തോതിലുള്ള അളവിലുള്ള സാക്ഷ്യങ്ങൾ 3000-ൽ നിന്ന് വെറും 3 ദിവസം കൊണ്ട് 3 ലക്ഷമായി കർത്താവ് ആ കൗണ്ടിനെ ഉയർത്തി. ആ 1,00,000 രൂപ ചിലവില്ലാതെ കർത്താവ് അത് ചെയ്തു. അതുകൊണ്ട് ഒരു ഹല്ലേലൂയ കൂടെ. ഒരു നിമിഷം ഒന്ന് അവർ നേരെ ഒന്ന് കൈകൾ നീട്ടിക്കൊണ്ട് ഒന്ന് കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് കൊടുത്ത സൗഖ്യത്തിനായി നന്ദി. അവരുടെ ജീവിതത്തിൽ ആ സൗഖ്യം നിലനിൽക്കട്ടെ കർത്താവേ. വലിയ സൗഖ്യങ്ങൾ കർത്താവേ അനേകരുടെ ജീവിതത്തിലേക്ക് പകരുവാൻ അവരുടെ അതരത്തെ കർത്താവ് ഉപയോഗിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ ഇവരെ സഹായിക്കണമേ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ നോർത്ത് പറവൂർ മാർച്ച് 3 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. വ്യാപാര ഭവൻ, ചേന്നമംഗലം ജംഗ്ഷൻ, നോർത്ത് പറവൂർ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ പുനലൂർ മാർച്ച് 4 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. എബനേസർ ഓഡിറ്റോറിയം, പൈനാപ്പിൾ ജംഗ്ഷൻ, പുനലൂർ. ഒരുമിച്ച് ചേർന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കാം. കർത്താവെ, പ്രാർത്ഥിക്കുന്നു. ദൈവമേ, വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരീക്ഷയ്ക്ക് വേണ്ടി ഇപ്പോൾ തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികളുണ്ട്, പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്, പരീക്ഷ എഴുതുവാൻ പോകുവാനായി തയ്യാറെടുപ്പിലായിരിക്കുന്നവരുണ്ട്, പരീക്ഷയ്ക്ക് വേണ്ടി ഓൾറെഡി ഇറങ്ങി പുറപ്പെട്ട് കഴിഞ്ഞവരുണ്ട്. കർത്താവ്, ഇവർക്കെല്ലാവർക്കുമായി ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കരം കൂടെ ഇരിക്കണമേ കർത്താവെ. തികഞ്ഞ ഓർമ്മ, തെളിഞ്ഞ ഓർമ്മ നീ ഇവർക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ അനുഗ്രഹത്താൽ കർത്താവെ എല്ലാ നന്മകളും ഇവരുടെ മേൽ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജ്ഞാനവും അറിവും നീ ഇവർക്ക് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ, നല്ല മാർക്ക് വാങ്ങുവാൻ, നല്ല സ്കോർ ലഭിക്കുവാൻ, അങ്ങനെ കർത്താവെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട സന്തതികൾ എന്ന് പറയിപ്പിക്കത്തക്ക വിധത്തിൽ ദൈവത്തിൻ്റെ നന്മകളെ ഇവരുടെ മേൽ അങ്ങ് പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. രോഗികളായിട്ടുള്ള വ്യക്തികൾക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. അസ്ഥികൾ എപ്പോഴും ഒടിഞ്ഞു പോകുന്ന ചില വ്യക്തികൾ, ഓസ്റ്റിയോപൊറോസിസ്, ഈ സമയത്ത് സൗഖ്യമാകട്ടെ കർത്താവെ. അത്ഭുതകരമായ സൗഖ്യം ശരീരങ്ങളുടെ മേൽ വന്ന് ചേരട്ടെ കർത്താവെ. അതുപോലെ തന്നെ ചില ഓപ്പറേഷനുകൾ കഴിഞ്ഞിട്ട്
റിക്കവറി ആകാതെ ഇപ്പോഴും ഹോസ്പിറ്റലൈസ് ചെയ്തുകൊണ്ട് തന്നെ കിടക്കുന്ന, ഹോസ്പിറ്റലിൽ തന്നെ താമസിക്കുന്ന ചില വ്യക്തികളെ കർത്താവെ അങ്ങ് സൗഖ്യമാക്കണമേ, അങ്ങ് സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന വിടുവിച്ചതിനായി നന്ദി പറയുന്നു. തലവേദനകൾ ഈ സമയത്ത് സൗഖ്യമാകട്ടെ, കർത്താവിൻ്റെ കരം അതിശക്തമായി വരട്ടെ. കാൽമുട്ടിലുള്ള നീര് ഈ സമയത്ത് വറ്റട്ടെ. പരിപൂർണ സൗഖ്യവും വിടുതലും അങ്ങ് കൊടുത്ത് അനുഗ്രഹിച്ചതിനായി നന്ദി പറയുന്നു കർത്താവെ. എല്ലാ രോഗികളും ഈ സമയത്ത് സൗഖ്യമാകട്ടെ, വിടുതൽ നടക്കട്ടെ. അത്ഭുതകരമായ വിടുതൽ, അത്ഭുതകരമായ മാറ്റം കർത്താവെ നീ പകർന്നതിനായി ഞങ്ങൾ ഒരുമിച്ച് നന്ദി പറയുന്നു. കർത്താവ് പ്രവർത്തിച്ചതിനായി നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ച കാര്യം വീണ്ടും ഒരിക്കൽ കൂടെ ഓർപ്പിക്കുകയാണ്. ഇസ്രായേലിലേക്കുള്ള നമ്മുടെ ബൈബിൾ പഠന യാത്ര. താല്പര്യമുള്ള പ്രിയപ്പെട്ടവരെല്ലാം ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക. എന്ന് മാത്രമല്ല, നേരത്തെ തന്നെ നിങ്ങളുടെ സീറ്റുകൾ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു. ഈ ആഴ്ചയിൽ നടക്കുന്ന ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലുകളിൽ സ്ക്രീനിൽ ഏതാണെന്ന് നോക്കുക, കടന്നു വരാനായിട്ട് മടിക്കരുത്. നാളെ ഈ ആഴ്ചയിലെ അവസാനത്തെ എപ്പിസോഡാണ് നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ടവരെയും ബന്ധുക്കളെയും മിത്രങ്ങളെയും ഒക്കെ വിളിച്ചു പറയുക, കാണുവാൻ വേണ്ടി അവരെ പ്രോത്സാഹിപ്പിക്കുക. പ്രത്യേകിച്ച് വിദ്യാർത്ഥികളോട് പറയുക. ഈ ദിവസങ്ങളിൽ നടക്കുന്ന പ്രാർത്ഥന നമ്മുടെ വിദ്യാർത്ഥികളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ, അനുഗ്രഹങ്ങൾ, വിടുതലുകൾ കൊണ്ടുവരും എന്നതിന് എനിക്കൊരു സംശയമില്ല. അതുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് വേണ്ടി അവരെ പ്രോത്സാഹിപ്പിക്കുക. നാളത്തെ എപ്പിസോഡിലൂടെ നമുക്ക് വീണ്ടും കാണാം.